ഡയബറ്റിക് കൂടുതലാവുന്നുണ്ട്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിട്ടാണ് പറയുന്നത്. എത്ര വേഗമാണ് അത് പടർന്നു പിടിക്കുന്നത്. ശരിക്കും അത് കമ്മ്യൂണിക്കബിൾ അല്ലേ എന്ന് തന്നെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഒന്നുകൊണ്ടല്ല, അത് പടരുന്ന വേഗത. കൊളസ്ട്രോൾ, ഹാർട്ട് ഡിസീസസ്. ഇപ്പോൾ അടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു സ്റ്റഡി പുറത്തു വന്നു. 20ഓളം യുവാക്കളിൽ ഹാർട്ട് അറ്റാക്ക് മൂലം അകാരണമായ മരണത്തിൻ്റെ ഒരു റിപ്പോർട്ട്. എന്ത് കോമൺ ആണ്, നമുക്ക് തന്നെ അറിയാം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു 30-35 വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കാരണമായിരിക്കാം, മോഡേണൈസേഷൻ കാരണമായിരിക്കാം, അതിന് ഭക്ഷണത്തിൻ്റെ ലഭ്യത, അന്നുള്ള ദാരിദ്ര്യം മാറി നമ്മളൊരു മോഡേൺ സിവിലൈസേഷൻ ആകുമ്പോൾ വരുന്ന ഭക്ഷണത്തിൻ്റെ വർധനം. അന്നൊന്നും നമുക്ക് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് നടന്നു വരിക എന്ന് പറഞ്ഞാൽ ഒരു പേടിയുള്ള കാര്യമായിരുന്നില്ല. ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആലോചിക്കാൻ പേടി. അവർ ചെയ്യണ്ട, അവർ ആലോചിക്കാൻ പേടിക്കുന്നു എന്നുള്ളത് ശരിക്കും നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. അവരെ എക്സസൈസ് ചെയ്ത് ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റി ആയിട്ട് മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ അടുത്ത ജനറേഷനെ ചികിത്സിക്കാൻ മാത്രമേ നമുക്ക് ഒഴിവുണ്ടാവൂ.